ബീച്ചുകൾ എന്നും നമ്മുടെ ഒരു വികാരമാണ്. അങ്ങനെ നമ്മുടെ കൊല്ലം മലപ്പുറം യാത്രക്കിടയിൽ വൈകുന്നേരം ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ ബീച്ച് കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ബീച്ചിൽ പോയപ്പോൾ അതാ ഒരു കട. ആ കടയിലാണെങ്കിൽ ഇങ്ങനെ കപ്പ, അതുപോലെ തന്നെ പൊരിക്കടികൾ, കക്ക, ചിക്കൻ എല്ലാം അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എവിടെയാണ് ഈ കടയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ഒരു വാർഷിപ്പ് കണ്ടോ? അതായത് നിങ്ങൾ ആലപ്പുഴക്കാരാണെങ്കിലും അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ച് വിസിറ്റ് ചെയ്തവരാണെങ്കിലും ഒക്കെ ആ വാർഷിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ബജിക്കട ഉള്ളത്. അങ്ങനെ പകുതി കടകളൊന്നും അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മളെത്തിയത് ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ബീച്ചൊക്കെ നൈറ്റായിരിക്കും കുറച്ചും കൂടി ലൈവ് ആവുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും കോഫിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ കപ്പയും ഈ കക്കിറച്ചിയും കൂടി മിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു അങ്ങനെ വേണ്ട, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങിയായിരുന്നു. ഒപ്പം തന്നെ നല്ല കോളിഫ്ലവർ വറുത്തതും വാങ്ങിയായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ അതിന് മുകളിലായിട്ട് അവർ സോസും കൂടി ഒഴിച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ കപ്പയും കക്കിറച്ചിയും കൂടി ടേസ്റ്റ് ചെയ്തു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ആ കക്കിറച്ചീനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര ഡ്രൈ ആയിട്ട് അവർ ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കിയ സംഭവമാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കക്കയും ഈ കപ്പയും കൂടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നതും. എനിക്ക് ആ ഒരു കോമ്പിനേഷനും ഇഷ്ടപ്പെട്ടു. ചമ്മന്തി ഒരു നോർമൽ ചമ്മന്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ സംഭവം കൊള്ളായിരുന്നു. മൊത്തം ആ സംഭവത്തിനായിട്ട് ആകെ വന്നത് 100 രൂപയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ കോളിഫ്ലവറും നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ആയിരുന്നു. അങ്ങനെ നമുക്ക് ഈ 4 സംഭവം, ചായ, കോഫി, ഈ കോളിഫ്ലവർ, ഒപ്പം ഈ കപ്പയും എരുന്തും കൂടി ആയത് 180 റുപ്പീസാണ്.